ഈ എമ്പുരാൻ ഈ ലെവലിലേക്ക് ഒരു ഭയങ്കരമായ കോൺട്രവേഴ്സി ആയിട്ട് മാറുന്നില്ല കാര്യം സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഒരു പാർട്ടിയിലും അങ്ങനെ ഇൻവോൾവ് ഇല്ല. പക്ഷേ സ്പ്രെഡ് ചെയ്യായിരുന്നു. നല്ല കാര്യം നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ വളർന്ന ആളാണ്. പക്ഷേ ആര് നല്ലത്, നാളെ കോൺഗ്രസ്സുകാർ നല്ലത് ചെയ്താലും BJP-ക്കാർ നല്ലത് ചെയ്താലും ഇനി കമ്മ്യൂണിസ്റ്റുകാർ നല്ലത് ചെയ്താലും നമ്മൾ പറയും നല്ലതാണ്. ലെവൽ ഏറ്റെടുത്തു. ഏതോ ഒരു ചങ്ങായി ഇതിനെടുത്തിട്ട് ഇതൊരു ഗുജറാത്തിൽ ഇതാണ് പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് യൂട്യൂബേഴ്സ്, നമ്മളൊന്നും യൂട്യൂബർ എന്നൊന്നും പറയാൻ പറ്റൂല, നമ്മളും ചെറിയ ചെറിയ വീഡിയോ ഇട്ടിട്ട് വലിയ ചാനലുകൾ ഈവൻ മറുനാടൻ മലയാളിയൊക്കെ പോയിട്ട് ചീത്ത വിളിയൊക്കെ ആയിരുന്നു. എന്താ പറ്റും, ഇപ്പം നമ്മളെ മോദിയൊക്കെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി വരുന്നുണ്ട്. പുള്ളി ഒരു രക്ഷകനായിട്ടാണ് ശരിക്കും വരുന്നത്. ഓരോ ഇപ്പം ക്രിസ്ത്യൻസിന്റെ അവർ നോക്കുകയാണെങ്കിൽ അതിൽ പ്രോബ്ലം കണ്ടു. ഇവരെ കുരിശിന്റെ എന്തോ ഇത് ആ മൂവി ആയിട്ട് കാണുക. നടക്കുന്ന മണിപ്പൂരിലൊക്കെ ഇപ്പോൾ റീസെന്റ് നടന്നില്ലേ, എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നില്ല. ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ചിന്തിച്ചു ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനെ ശരിക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ അമ്മേനെയാണ് വെട്ടുന്നത്, നമ്മുടെ അമ്മേനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഹോർമോൺ പ്രവർത്തിക്കുന്നത് നമ്മളെ, നമ്മൾക്ക് എത്ര വികാരം ഉണ്ടാവും. ആ ഭീകരത സൃഷ്ടിക്കണോ എന്ന് ചോദിച്ചാൽ സൃഷ്ടിക്കണം. അവിടെ ആ ഭീകരം വന്ന് ഇന്നീ സംസാരിക്കുന്ന ഞാൻ എൻ്റെ മോനും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ ഇവിടെ വന്നതാ. കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാനും കൂടി ഉണ്ടാവില്ല, മോനും കൂടി ഉണ്ടാവില്ല, വേറെ ആർക്കും കൂടി ഉണ്ടാവില്ല. നമ്മൾ വന്നിട്ട് പോകാൻ വന്നതാ ഈ ഭൂമിയിലേക്ക്. സ്ഥിരതാമസാക്കാൻ വന്ന ആൾക്കാരല്ല. ഇല്ല, കുറച്ച് നേരം മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ചാനൽ കൂടിയതിനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഉള്ള പടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സംഘടനയിൽ ഇരുന്ന പോയ്സൺ ഉണ്ടല്ലോ, അതാണ് ബജറംഗി എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണ്, ഈ CM ഇന്ന ആളാണ്, ഇത് അതെല്ലാം ആരൊക്കെയോ ഡിഫൈൻ ചെയ്തു. ഉണ്ടാക്കിയ ഡയറക്ടറും കൂടിയല്ല. ഡയറക്ടർ ഉണ്ടാക്കുമ്പോൾ അതൊരു സിനിമയായിരുന്നു. പിന്നെ സിനിമേൻ്റെ മുകളിൽ സിനിമ എടുക്കാൻ തുടങ്ങി. ഹായ്, അങ്ങനെ എമ്പുരാൻ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച ആവാൻ പോകുന്നു. കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് റിലീസായത്. ഇന്നും തേഴ്സ്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ ആ കണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഈ എമ്പുരാൻ ഈ ലെവലിലേക്ക് ഒരു ഭയങ്കരമായ കോൺട്രവേഴ്സി ആയിട്ട് മാറുന്നില്ല കാര്യം സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ പടം കാണാൻ പോകുന്ന സമയത്ത് ഞാനും അതേപോലെ തന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഇട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി എന്നുള്ള മൂവി എന്നുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഇഷ്ടമായി. വെറുതെ റിവ്യൂവിൽ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പൃഥ്വിരാജിൻ്റെ പടമാണ്, നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു മാസ് മൂവിയാണ്. അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ ലൂസിഫർ നമ്മൾ പോകുന്നതിൻ്റെ തലേന്നിട്ട് കണ്ടു. അന്നേരം തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ലൂസിഫർ. കുറേ ഗ്യാപ്പിനാണ് ഇട്ട് കണ്ടത്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത്രയും നല്ലൊരു പ്രതീക്ഷയല്ല പോയി. എന്നാലും എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഡിസപ്പോയിൻറ്റഡ് ആവുമെന്ന്. പക്ഷേ പോയി പടം കാണാൻ പോയപ്പം ആദ്യം തന്നെ ഹിന്ദിയിൽ അതിൻ്റെ തുടക്കവും അത് കൂടാണ്ട് പിന്നെ നമ്മളെ ഇംഗ്ലീഷ് മൂവീനെ അടിപൊളിയായിട്ട് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് മൂവിയിലെ കൂടിയില്ലേ കുറേ ഫ്രെയിംസ് അങ്ങനെയും പിന്നെ മലയാളവും എല്ലാം കൂടി ആയപ്പം ഒരു വല്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി. അപ്പം ശരിക്കും ഞാൻ വേറെ ഒന്നും അതിനെപ്പറ്റി ആലോചിച്ചില്ല. അപ്പോൾ ആ മൂവി അങ്ങനെ കണ്ടു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നെപ്പോലെ ഒരുപാട് ആൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ആ ദിവസം തന്നെ എനിക്കൊന്ന് നെക്സ്റ്റ് ഡേയിൽ തന്നെയാണ് ഇതിന് കോൺട്രവേഴ്സി വരുന്നത്. ഇതിൽ എന്താണ് ഇപ്പം എന്നറിയില്ല. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ ഒരു പാർട്ടിയിലും അങ്ങനെ ഇൻവോൾവ് ഇല്ല. പക്ഷേ അത് പറഞ്ഞാൽ നമ്മളെ മോദി വന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത സമയത്ത് നമ്മൾ അതെല്ലാം നല്ല ഇതിൽ ഞാനും വാട്സപ്പിലും ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഞാൻ പിന്നെ വൈറലാക്കലെന്നല്ല, നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മളും അത് സ്പ്രെഡ് ചെയ്യായിരുന്നു. നല്ല കാര്യം നമ്മൾ സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ ഞാനും ചെയ്തായിരുന്നു. ആ സമയത്ത് കുറേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ BJP-ൻ്റെ പിന്നെ പാർട്ടി പറയാമെന്ന് പറഞ്ഞാൽ അതെ പിന്നെ BJP-യിലെ കുറേ ഫ്രണ്ട്സ് അവരൊക്കെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ വളർന്ന ആളാണ്. എൻ്റെ ഫാദർ കമ്മ്യൂണിസ്റ്റാണ് ശരിക്ക്. അപ്പോൾ എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് BJP എന്നല്ല ഞാൻ നോക്കിയത് ആരാണ് നല്ല കാര്യം ചെയ്യുന്നത് അത് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, ഞാൻ അതേ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ. അപ്പോൾ എനിക്ക് ഒരു പാർട്ടിയും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാണ്. പക്ഷേ ആര് നല്ലത്, നാളെ കോൺഗ്രസ്സുകാർ നല്ലത് ചെയ്താലും BJP-ക്കാർ നല്ലത് ചെയ്താലും ഇനി കമ്മ്യൂണിസ്റ്റുകാർ നല്ലത് ചെയ്താലും നമ്മൾ പറയും നല്ലതാണ്. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഈ പടം പിന്നെ നോർമലി ഇപ്പം ഈ പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ഒരാൾ പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാം. അതിൽ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ മലയാളം നമ്മളെ സാധാരണ ഇല്ലേ, നമ്മളെ പിന്നെ മോഹൻലാലിൻ്റെ എല്ലാം സാധാരണ ഇല്ലേ ഒരു കുടുംബചിത്രം പോലെ അല്ലല്ലോ ഇത്. അത് പോകുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഫാമിലിയിൽ. ഇത് ചിലപ്പം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്ത് പറഞ്ഞാൽ കുറേ വെട്ടിവെപ്പും ആ ഒരു ഹെലികോപ്റ്ററിൻ്റെതും സൗണ്ടും അതെല്ലാം പ്രശ്നമായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ അപ്പോൾ ഇത് വേറെ ലെവൽ ഏറ്റെടുത്തു. ഏതോ ഒരു ചങ്ങായി ഇതിനെ എടുത്തിട്ട് ഇതൊരു ഗുജറാത്തിൽ നിന്നുള്ള ഇതാണ് പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വൈറലാക്കി. അത് ചിലപ്പോൾ ഇനി സിനിമക്കാർ തന്നെ ചെയ്തതാണോ എന്നും കൂടി എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്താ വെച്ചാൽ ഇത് വിതിൻ എ ഷോർട്ട് ടൈമിൽ 200 crore ക്ലബിലെത്തുന്നു. ഇനി അടുത്ത തന്നെ ഇത് ഇനി 500 crore ക്ലബിലെത്തുമെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പാർട്ടീൻ്റെ ഒക്കെ മാറ്റി വെക്കുക, എന്നിട്ട് ജസ്റ്റ് പടത്തിനെ പറ്റിയിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ബൂസ്റ്റപ്പായി. അപ്പോൾ വൈറലായല്ലോ സംഭവം. വൈറലാകുമ്പം എന്തുമല്ല ഇത്രയും പിന്നെ 238 crore ഇത് ചെയ്തതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും നോക്കുന്നില്ല. പക്ഷേങ്കിൽ പിന്നെ നമ്മളെ മറുനാടൻ മലയാളിയിലടക്കം കഴിഞ്ഞ 2 ദിവസം മുന്നിലോ ഇന്നലെ അടക്കം എനിക്ക് തോന്നുന്നു പിന്നെ ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ്, നമ്മളൊന്നും യൂട്യൂബർ എന്നൊന്നും പറയാൻ പറ്റൂല, നമ്മളെല്ലാം ചെറിയ ചെറിയ വീഡിയോ ഇട്ടിട്ട് തട്ടിമുട്ടി പോകുന്ന ആൾക്കാരാണ്. ആകെ ചെറിയ 1500 സബ്സ്ക്രൈബറൊക്കെ നമുക്കൊക്കെ ഉള്ളൂ. പിന്നെ 500 ആയിട്ടില്ല, സോറി, അതിൻ്റെ അടുത്ത് നമ്മൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതല്ലാണ്ടില്ലേ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഇതിനെ ഘോഷമാക്കി. ഇതൊന്നും അങ്ങനെ ഒരു ഘോഷമാക്കേണ്ട പടമേ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി മൂവീൻ്റെ ആൾക്കാർ ഇതിൻ്റെ പുറകിലെ പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ലെവൽ വൈറലാക്കിയിട്ടില്ലതാണെങ്കിൽ അങ്ങനെ അവർ വിജയിച്ചു. അതിൽ സത്യമാണ്, അവർ വിജയിച്ചു. അതിൻ്റെ പുറകെ വലിയ വലിയ ചാനലുകൾ, ഈവൻ മറുനാടൻ മലയാളിയൊക്കെ പോയിട്ട് ചീത്ത വിളിയൊക്കെയായിരുന്നു തുടങ്ങുന്നതിന് മുന്നിൽ. എന്തിനാ ഇതിനെ ചീത്തയൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ല. പൃഥ്വിരാജിനെ കുറേ ഈവൻ എൻ്റെ റിലേറ്റീവ്സ് തന്നെ കുറേ ആൾ പൃഥ്വിരാജിന് മുസ്ലിംസിൻ്റെ ഇതിലേക്കുള്ള ഒരു ചായവുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അത് ഓരോ ആളെ തോന്നലുകൾ മാത്രമാണ്, അവരെ മനസ്സിലില്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ആ പടം കാണാൻ പോകുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നമ്മൾ മലയാളം ഇൻഡസ്ട്രീസിൽ എന്താ പറയുക, ഇത്രയും വലിയൊരു മാസം മൂവി എടുക്കുക, ആ മൂവിനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാണ്ട് ചുമ്മാ വിജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. വിജയിച്ചാലല്ലേ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. പക്ഷേങ്കിൽ അതിൽ ആ കണ്ടന്റ് ഉണ്ട്. ശരിക്ക് എനിക്ക് പിന്നെ പൃഥ്വിരാജ് വിചാരിച്ച് അതേ ലെവലിൽ തന്നെ സംഭവം വന്നു, വർക്കൗട്ടായതാണ് എൻ്റെ പേഴ്സണലായ എക്സ്പീരിയൻസ്. ഞാൻ ശരിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചില ഇതിൽ പറഞ്ഞായിരുന്നു പെട്ടെന്നില്ല മാറ്റങ്ങൾ അങ്ങോട്ടും, പിന്നെ എന്താ പറയുക, ഈ പെട്ടെന്ന് ഫോറിൻ കൺട്രിയിൽ പല സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് പോയി വരുന്നത്, പിന്നെ ഇതിൽ പോയി വരുന്നത്. അതെന്താ പറ്റും? ഇപ്പം നമ്മളെ മോദിയൊക്കെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി വരുന്നുണ്ട്. മോഹൻലാലിന് ആ ലെവലിൽ കഥാപാത്രമായിട്ടാണ് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനത്തെ ലെവലിലാണ് ചിന്തിരിക്കുന്നത്. പുള്ളി ഒരു രക്ഷകനായിട്ടാണ് ശരിക്കും വരുന്നത്. ഈ ഡ്രഗ് മാഫിയയും എല്ലാത്തിനെയും ഒരു ഇതായിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. അങ്ങനെ അബ്രഹാം ഖുറേഷി ഒരു എല്ലാത്തിനും പ്രശ്നമാണ് കേട്ടോ. ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ അവർ നോക്കുകയാണെങ്കിൽ അതിൽ പ്രോബ്ലം കണ്ടു. ഇവരെ കുരിശിൻ്റെ എന്തോ ഇതാണ്, ഇവൻ സാത്താനാണ്, ദൈവത്തിനെ സാത്താനായിട്ട്, ഇതൊക്കെ ഓരോ ആൾ പിന്നെ പറയാണ്. അപ്പോൾ എന്നേരാണ് ഓരോ ആൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവരെ സഭ പറയുന്നത് പോലെ കുറേ ആൾ കേൾക്കുന്നു. അയ്യോ ഒന്നും പറയണ്ട. നമ്മളെ നാട്ടിൽ ഒരു നല്ലൊരു മൂവി ഇറങ്ങിയാൽ ആ മൂവിനെ മൂവിയായിട്ട് കാണുക. പിന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ABCD അറിയത്തില്ല, ഓക്കെ. പക്ഷേ ഒരു കോമൺ മാൻ ഈ സിനിമ കാണുമ്പം അവന് ഈ ഗുജറാത്ത് കലാപവും അറിയില്ല, അവൻ സാധാരണ പോലെ കാണുന്നത്. എനിക്ക് ആ പടം ഇത്ര ഉൾക്കൊള്ളാനുണ്ടായ ഒരു കാരണം ഞാൻ പറയാം. ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുമ്പോൾ ഇവർ കുറേ കട്ടിങ് നടത്തിയല്ലോ, ഒരുപാട് കട്ടിങ് നടത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതൊന്നും കട്ടിങ് നടത്തേണ്ട ആവശ്യമില്ല. കട്ടിങ് നടത്തിയ പടം ഞാൻ ഒന്നും കൂടി പോയി കാണുന്നുണ്ട്. ഈ പടം കട്ട് ചെയ്തിട്ട് ഇവരെങ്ങനെയുണ്ട് ആക്കിയിരിക്കുന്നതിൽ വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു പടത്തിനോട് ഇത്ര ഒരു ഇഷ്ടം തോന്നിയത്. അതും പ്രത്യേകിച്ച് നമ്മളെ മലയാളി എന്താ പറയുക, മലയാളം ഫിലിം ഇൻഡസ്ട്രീസ് നിന്ന് വന്ന ഒരു ഇത്രയും മുതൽ മുടക്കിലൊരു പടവും അത് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഹിന്ദി രംഗത്തിൽ വന്ന സമയത്ത് പിന്നെ അതിലുള്ള ഓരോ രംഗങ്ങളും നമ്മൾ ഇവിടെ ഈവൻ നാട്ടിലാണെങ്കിലും ഞാനിവിടെ ബാംഗ്ലൂരിലാണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഈ ഏരിയയിലൊക്കെ നമ്മൾ സേഫാണ്. ഈ സേഫ് അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം രാത്രി ഒരു കലാപം, എന്ത് കലാപമായിക്കോട്ടെ, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ആ റീസണിൽ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ഒരു കലാപം പുറപ്പെടുകയും എന്നിട്ട് നമ്മൾ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും ഒരു സമൂഹത്തിനെ മൊത്തം ഇല്ലാണ്ടാക്കുകയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമയെ കാണുന്ന പോലെ ഇത് റിയൽ ആയിട്ട് പല സ്ഥലങ്ങളിൽ നടക്കുന്ന, മണിപ്പൂരിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നില്ലേ, എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നില്ല. അത് ഏത് പാർട്ടി ആയിക്കല്ലോ അത് നടക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതിലൊരു പ്രോബ്ലം വരുമ്പോഴോ ഇതേപോലെ ലഹള വരുമ്പോഴോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പിന്നെ ഇവിടെ നീതി വീടും ഉള്ളത്. അപ്പം ലോ ആൻഡ് ഓർഡർ എന്നുള്ള സംഭവം എഫക്റ്റീവ് ആയിരിക്കണം അവിടെ. അപ്പോൾ
അങ്ങനെ ഒരു സംഭവം നമ്മൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനെ ശരിക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ സിനിമ കാണുമ്പോൾ അതിലില്ലേ ഒരു പിന്നെ ആൾക്കാരെ വെട്ടുമ്പോൾ നമ്മളെ സഹോദരിനെയാണ് വെട്ടുന്നത്, നമ്മുടെ അമ്മാമേനെയാണ് വെട്ടുന്നത്, നമ്മുടെ അമ്മേനെയാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ അവിടെ റേപ്പ് സീൻ ഉണ്ടായിരുന്നു ഒരു ഗർഭിണീൻ്റെത്. അത് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ചോരയിലില്ലേ, നമ്മളടുത്തുള്ള ആൾക്കാരും നമ്മളെ മുന്നിൽ നിന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളെ ഹോർമോൺ പ്രവർത്തിക്കുന്നത്, നമ്മൾക്ക് എത്ര വികാരം ഉണ്ടാവും. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഈ പൃഥ്വിരാജിൻ്റെ ഇത് സ്പോയിലർ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായി എല്ലാവരും പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം എടുത്തിട്ട് ഇപ്പം പറയുന്നത്. സ്പോയിലറൊന്നും അതെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ, ഇനി പടത്തിൽ തന്നെ ഉണ്ടാവില്ല. ഈ പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ പൃഥ്വിരാജ് ഇത്ര ദേഷ്യം വന്നിരിക്കുന്നത്? അവൻ പാകിസ്ഥാൻ്റെ ഇതിലും കൂടി പോയിട്ട് അവൻ ട്രെയിനിങ് നടത്തിയിട്ടില്ലേ വന്നിട്ടും ഈ ഹിന്ദുസ്ഥാനിയായിട്ട് അവൻ ഹിന്ദുസ്ഥാനിയാണെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു സ്റ്റാർട്ടിങ്ങിലില്ലേ, അധികം ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് ചുരുക്കാം. ആ സ്റ്റാർട്ടിങ്ങിലില്ലേ ഹിന്ദി ഇതിൽ നടക്കുന്ന സംഭവങ്ങൾ ഗുജറാത്തിലാണെന്ന് ഇവർ പറയുന്നത്, ആ കലാപത്തിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ആൾക്കാർക്കാണ് ഇതേപോലെ വരികയാണെങ്കിൽ ഞാൻ അത്ര ഉൾക്കൊണ്ടു. അതിലൊരു കുട്ടി എൻ്റെ മോൻ്റെ അത്രയില്ലേ, എൻ്റെ മോൻ്റെ പ്രായവുമില്ലേ അവനും, എൻ്റെ ചെറിയ മോൻ്റെ പ്രായമില്ലതും, 2 കുട്ടിയാണ്. എല്ലാവരും ഒടുങ്ങുന്നില്ല കാര്യം ഉറപ്പായി വന്നിട്ട് ഇവർ ആക്രമിക്കാൻ വന്നിട്ട് ഇവർ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുക. എന്നിട്ടാകുമ്പോൾ അവൻ്റെ പുറകിൽ കെട്ടിക്കൊടുത്തിട്ട് പോന്ന് പറയുന്നുണ്ട്, പുറകിൽ കെട്ടിക്കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോനും എൻ്റെ 2 മക്കളായിട്ടാണ് ഞാനതിനെ കാണുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ. എന്നിട്ട് അവൻ അവിടുന്ന് ഓടിയിട്ട് തിരിച്ചെത്തിയിട്ട് എടാ മോനെ എണീക്ക് എന്ന് പറഞ്ഞിട്ട് തപ്പുമ്പോൾ ബ്ലഡാണ് കൈശം വരുന്നത്. അപ്പോൾ ഓൾറെഡി വരുന്ന ഫൈറ്റിൽ പല ബുള്ളറ്റ് പോയി. ആ ബുള്ളറ്റിൽ ഒരു ബുള്ളറ്റ് കൊണ്ടുപോയത് അവൻ അറിഞ്ഞില്ല. അപ്പോൾ അവൻ്റെ അനിയൻ മരിച്ചു പോയി എന്നുള്ള അവൻ മനസ്സിലാക്കിയിട്ടില്ല ഒരു രംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഉൾക്കൊണ്ടിട്ട് കണ്ട പടമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ആ ഭീകരത സൃഷ്ടിക്കണോ എന്ന് ചോദിച്ചാൽ സൃഷ്ടിക്കണം. അവിടെ ആ ഭീകരത അവിടെ സൃഷ്ടിക്കുമ്പോഴേ കാണുന്നവർക്ക് നമ്മളെ കേരളത്തിലേക്ക് ഇനി ഭീകരം വരികയാണ്. പിന്നെ ബജ്രംഗി എന്ന് പറഞ്ഞ പേരിട്ടതിൽ എനിക്കും തീരെ യോജിപ്പില്ല. അതെന്തുകൊണ്ടാണ് ബജ്രംഗി എന്ന് പറഞ്ഞാൽ നോർത്തിൽ ബജ്രംഗി ഹനുമാനാണ്. ബജ്രംഗി എന്ന് പറഞ്ഞ പേരിന് പകരം വേറെ എന്തെങ്കിലും പേരിട്ടോട്ടെ. ഇനി അതിന് വേറെ ആരുമായിട്ട് ഇതുണ്ട്, അതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നതാണ്. അടിസ്ഥാനത്തിലുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ്. ഓരോരുത്തരും ഇത് ഈ പാർട്ടീൻ്റെ ആൾക്കാരാണ്, ഇതിൻ്റെ അതെല്ലാം ചുമ്മാ പറഞ്ഞ് അതൊക്കെ വിട്. സിനിമയായിട്ട് കാണൂ. ഞാൻ ഈ ഫീല് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നാളെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പടത്ത് കണ്ടതേ ഉള്ളൂ. റിയാലിറ്റിയിലേക്ക് റൂം അടിച്ച് തകർത്തിട്ട് നമ്മളെ കുറുവാ സംഘങ്ങളും അടുവാ സംഘങ്ങളിലും വന്നിട്ട് കൊത്തുന്നയും പിടിച്ചിട്ടും ഇത് ചെയ്യാൻ പോകുന്നില്ലേ? അപ്പോൾ നമ്മൾ അടുത്ത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നാൽ നമ്മൾ ലോ ആൻഡ് ഓർഡേഴ്സിന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മളെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം കാണിച്ച ഭീകരത എന്ന് പറയുന്നത് ഈ മൂവിയിലെ അപ്പോൾ ഈ മൂവിയിലുള്ള വില്ലൻ്റെ ആ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഭീകരനാണ് നമ്മളെ കേരളത്തിലേക്ക് വരുന്നത്, കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എന്നിട്ട് കേരള രാഷ്ട്രീയത്തിനെ വേറെ ലെവലാക്കാം അത് വരുന്നത്. അതൊക്കെ പൊളിറ്റിക്സിൽ അതൊക്കെ കണക്ട് ചെയ്തു. അതൊന്നും വിട്, പൊളിറ്റിക്സ് ഒന്നുമല്ല ഞാൻ നോക്കുന്നത്, ഏതോ പൊളിറ്റിക്സ് ആയിക്കോട്ടെ. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം എവിടെയോ നമ്മൾ ഇന്ത്യയിൽ ഗുജറാത്തിലോ അഹമ്മദാബാദിലോ ഇനി അല്ല ഈ ബോംബെയിലോ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അത് അവരെ മിസ്റ്റേക്ക്, അവരെ നമ്മൾ തിരിച്ചു തരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി തിരിച്ചറിയില്ലെങ്കിലും അങ്ങനെ വരാതെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട് മോദി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ കാണുന്ന ഡെവലപ്മെൻറ്റും എല്ലാം എത്ര രാജ്യങ്ങളായിട്ടുള്ള കണക്ഷനും നമ്മൾ സേഫാണ് ശരിക്കും. കാശ്മീരിൽ പോകാൻ പറ്റാത്ത നമ്മൾക്കെല്ലാം ഇപ്പം കാശ്മീരിൽ ടൂറിസത്തിന് പോകാൻ പറ്റും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കാശ്മീരിലൊന്നും നമുക്ക് പോകാൻ പറ്റായിരുന്നില്ല. കാശ്മീരിൽ അവർക്ക് സിനിമ കാണാൻ പറ്റായിരുന്നു. അതെല്ലാം അവിടെ പോയി പഠിക്കുമ്പോൾ അറിയാം കാശ്മീരിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. നമ്മൾക്ക് എത്രയോ ഭാഗ്യവന്മാരാണ്. അതേപോലെ വരുന്നതിന് കേരളത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടത്. കാശ്മീരും കേരളവും ഈ തീവ്രവാദവും പ്രശ്നങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ അതിനുള്ളൊരു പവർഫുൾ ഗവൺമെൻറ് ഇല്ലതിൽ നമുക്ക് അഭിമാനിക്കാം. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ എന്താ പറയുക, അതിനെ ശരിക്കും ഞാൻ അത്രയും ഞാൻ ഇത് ചെയ്യുന്നു. അത്രയും നല്ല ഒരു ഭരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ റോഡായാൽ തന്നെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു വില്ലനെ ഈ രീതിയിൽ കാണിച്ചാൽ മാത്രമേ കേരളത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാം അതിനൊരു ഇതുണ്ടാവും. അപ്പോൾ അതിനെ എതിരായിട്ട്
ഒരാളില്ലാണ്ട് അടിച്ചമർത്താൻ, നമ്മൾ മഞ്ജു വാര്യർ ഒരു പാർട്ടീൻ്റെ CM ആയിട്ട് വരേണ്ട ഒരു ഇത് ചെയ്യുന്ന സമയത്ത് അതിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഒരു കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ മോഹൻലാലിൻ്റെ പവറാണ് ആദ്യം കാണിച്ചത്. അത് അബ്രഹാം ഖുറേഷിക്ക് എന്തൊക്കെ പറ്റുന്നില്ലത്, അങ്ങനെ ഒരു പവറിൽ ഒരാൾ വരണം. ഇന്ന് ഞാൻ അത് മോദിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോദീൻ്റെ ആരായാലും അങ്ങനെ ഒരാൾ, അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് കേരളത്തിനെ രക്ഷിക്കുകയാണ്. ഇനി കേരളമല്ല, കർണാടകനെ രക്ഷിക്കുകയാണ്. ഇന്ത്യയിലെ ഏത് ഈ സംസ്ഥാനമായാലും ആ സംസ്ഥാനത്തിനെ രക്ഷിക്കാനുള്ള ഒരു പവർഫുൾ, അതാണ് എമ്പുരാൻ എന്നുള്ള പേരിൽ. എമ്പുരാൻ എന്ന് പേര് പറഞ്ഞപ്പോൾ അതും പ്രശ്നം. കുറേ ആൾക്ക് തമ്പുരാനാണ്, തമ്പുരാൻ എമ്പുരാൻ. അയ്യോ, എന്തിനാ ഇങ്ങനെ കണക്ട് ചെയ്യുന്നേ? നമ്മൾ മനുഷ്യരായി ജീവിക്കൂ പ്ലീസ്, മനുഷ്യരായി ജീവിക്കൂ. ഈ കാണുന്നത് നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന സംഭവമേ ആകെ ഒരു ജീവിതം, ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ കുറച്ച് നേരം വന്ന് ഇന്നീ സംസാരിക്കുന്ന ഞാൻ എൻ്റെ മോനും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ ഇവിടെ വന്നതാ. കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാനും ഇവിടെ ഉണ്ടാവില്ല, മോനും ഇവിടെ ഉണ്ടാവില്ല, വേറെ ആരൊക്കെയോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അന്നേരം ഇത് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ വന്നിട്ട് പോവാൻ വന്നതാ ഈ ഭൂമിയിലേക്ക്, സ്ഥിരതാമസാക്കാൻ വന്ന ആൾക്കാരല്ല. ഇല്ല, കുറച്ച് നേരം മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എൻ്റെ എത്ര ക്രിസ്ത്യൻസ് ഫ്രണ്ട് ഉണ്ട്, അയ്യോ ഒന്നും പറയാം, എത്ര ക്രിസ്ത്യൻസ് ഫ്രണ്ട് ഉണ്ട്, എത്ര മുസ്ലിം ഫ്രണ്ട് ഉണ്ട്, അവരൊക്കെ എത്ര നല്ല ആൾക്കാരാണ്, നമ്മളൊക്കെ എത്ര നല്ല ആൾക്കാരാണ്. എന്തിനാ ഇവർ വേറെ കണ്ണുകൊണ്ട് കാണുന്നത്? പൃഥ്വിരാജിന് മുസ്ലിമിനോട് ചായ്വുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പടം കാണൂല. എന്ത് മണ്ടത്തരാണത്? ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കാണുന്ന മീഡിയ. പണ്ട് പൃഥ്വിരാജിൻ്റെ ആ സിനിമയിൽ പറയില്ലേ, മീഡിയ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ജനഗണമന കിടിലം പടമായിരുന്നു അത്. ജനഗണമനേൻ്റെ കുറേ കട്ടിങ്സ് ഞാനിപ്പം കഴിഞ്ഞ ദിവസം കൂടി ഞാൻ സ്റ്റാറ്റസൊക്കെ ആക്കി ഇട്ടു. എന്ത് വെച്ചാൽ ആ ജനഗണമനയിൽ പറയുന്നുണ്ട്, സത്യം പറയുന്നത് മീഡിയ പറയുന്നതാണ് സത്യം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അതാ മീഡിയ. അത് പണ്ട് എന്ന് പറയുമ്പോൾ ആകെ നമ്മളെ ഇതേ ഉണ്ടായിരുന്നു, ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഇത്രയും നേരം ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിരിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു, ആകെ രണ്ടാൾ കേട്ടാൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മളെ ദൂരദർശനെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എന്തായിരുന്നു ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചാനൽ കൂടിയതിനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഈ സിനിമേനെ തന്നെ ഈ ലെവലിലേക്ക് മാറ്റാൻ, ഇനി അഥവാ സിനിമക്കാർ കാശ് കൊടുത്തിട്ട് വൈറലാക്കിയതാണെങ്കിലോ, ഇനി അഥവാ അല്ലെങ്കിൽ മോഹൻലാൽ അടക്കം മാപ്പ് പറഞ്ഞു. എന്തിനാ മോഹൻലാൽ മാപ്പ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനൊരു പ്രശ്നമാക്കാനാണ് പാർട്ടികളുടെ പ്രോബ്ലമാണോ, ഒരു പാർട്ടി ഏറ്റെടുത്തതാണോ, എന്തിനാണ് വെറുതെ? ഇതിൻ്റെ ഒന്നും ആവശ്യകത ഉണ്ടായിരുന്നോ ശരിക്കും? എനിക്കിന്ന് തോന്നുന്നു. ഏതായാലും പടം വിജയിക്കട്ടെ, 200 കോടി പോയിട്ട് 500 കോടി ക്ലബിലെത്തട്ടെ. പടം നല്ല പടമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എനിക്കൊക്കെ ഹിന്ദി കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് എനിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ഞാൻ സബ് ടൈറ്റിൽ നോക്കിയവരാണ് മനസ്സിലാക്കിയത്. കുറേ ഭാഗങ്ങൾ ഇംഗ്ലീഷും ഹിന്ദി ആയിട്ട് പോയി. അപ്പോൾ ഈ സബ് ടൈറ്റിൽ വായിച്ച് നമുക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചിലയാൾക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിൽ നിന്ന് വന്ന ഈ അത്രയും ഇംഗ്ലീഷ് അതിൻ്റെ സീനൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് മൂവിയിലെ ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ജസ്റ്റ് ഇത് ചെയ്യുക, ഇതിൻ്റെ ഒരു വൈൻഡപ്പ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫംഗ്ഷന് പോയായിരുന്നു. ആ ഫംഗ്ഷന് പോയെടുത്ത ഒരു മോളുണ്ടായിരുന്നു, 25 വയസ്സായി. അവളിവിടെ ജോലി ചെയ്യാണ്. ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ അവളെ അച്ഛൻ BJP ഇതാണ്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചാലും എന്തുണ്ട് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് പടം എന്ന് പറഞ്ഞപ്പോൾ, പടം കണ്ടു, കുഴപ്പമില്ല, പക്ഷേ കോൺട്രവേഴ്സിയല്ല, നീ സൈഡിൽ വിട്, നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാലും അത്ര ഒരു സാറ്റിസ്ഫാക്ഷനിലല്ല പറഞ്ഞത്. എന്തോ സംതിങ് ഈസ് ബ്ലോക്കിംഗ്. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, പടം നല്ല പടമാണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ കോൺട്രവേഴ്സി ഇതൊക്കെ കേട്ടു, അത് ഒരു കാര്യം പറഞ്ഞു, നീ സിനിമ കാണാൻ പോകുന്നു. സിനിമ കാണാൻ പോയിട്ട് നീ പുറത്തിറങ്ങി, നിനക്ക് തോന്നി ഇതൊരു നല്ല പടമാണ്. അത് കഴിഞ്ഞിട്ട് നീ റൂമിൽ പോയിട്ട് നിൻ്റെ സോഷ്യൽ മീഡിയ, നിൻ്റെ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ആയി. ഒരു 3-4 ദിവസത്തേക്ക് നിൻ്റെ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ആയി. ആ 4 ദിവസം ഇതൊരു സിംബോളിക്കലായിട്ട് പറയുകയാണ്. അപ്പം അവളോട് ചോദിക്കുകയാണ് ഞാൻ, ഡിസ്കണക്ട് ആയിട്ട് എഗെയിൻ നീ അത്രയും ദിവസം നിനക്ക് എമ്പുരാൻ നല്ല പടമാണോ എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയുമെന്ന് ചോദിച്ചു. അന്നേരം അവൾ ചിന്തിച്ചു, അതൊരു നല്ല പടം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ സംഘടനയിൽ കയറുന്ന പോയ്സൺ ഉണ്ടല്ലോ, അതാണ് ബജരംഗി എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണ്, ഈ CM ഇന്ന ആളാണ്, അതെല്ലാം ആരൊക്കെയോ ഡിഫൈൻ ചെയ്തു. ഉണ്ടാക്കിയ ഡയറക്ടറും കൂടിയല്ല, ഡയറക്ടർ ഉണ്ടാക്കുമ്പോൾ അതൊരു സിനിമയായിരുന്നു. പിന്നെ സിനിമേൻ്റെ മുകളിൽ സിനിമ എടുക്കാൻ തുടങ്ങി നാട്ടുകാർ.
അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിൽ പ്രശ്നം തരുന്നതും പല ആളും പോവാത്തതും. ഈവൺ പിന്നെ ഞാൻ മോദീനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് വന്ന സമയത്തൊക്കെ കുറേ BJP ആൾക്കാർ എന്നെ ഒരുപാട് മെസ്സേജ് അയക്കും. അവരൊക്കെ തിരിച്ചിപ്പോൾ എന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് സമൂഹം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി പറഞ്ഞ് കാട് കയറുന്നില്ല, ഒരുപാട് സംസാരിച്ചു. ഇത്രയും കേട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. ഒരു മനുഷ്യനായിട്ട് കാണൂ, മനുഷ്യനായിട്ട് ജീവിക്കൂ. ഓക്കെ, ഈ സിനിമകളൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എത്രയോ ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പടം കാണും? പടം ഇറക്കണം, കോടികൾ ഇറക്കി പടം ഇറക്കണം നല്ല പടം വരാൻ. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ ആര് പൈസ എടുക്കും മലയാള ഇൻഡസ്ട്രീസിൽ നിന്ന് ഇത്രയും പടം പോവുകയാണെങ്കിൽ? ഏതായാലും ഇത് 500 crore എത്തും കോൺട്രവേഴ്സി. എല്ലാത്തിനും കോൺട്രവേഴ്സി വരണമെന്നില്ലല്ലോ, അങ്ങനെയില്ലവർക്ക് പടം എടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഏതായാലും എനിക്ക് എമ്പുരാനെ പറ്റി പറയാനുള്ളതും ഇതെല്ലാം തീർന്നായിരിക്കും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.